പാചകത്തിൽ അവര് വെറും കുഞ്ഞുങ്ങളാന്ന് തോന്നി. അയ്യോടാ, പാചകം പഠിക്കണം. പാചകം പഠിക്കണം. അതെ, വെറുതെ മൈക്ക് കൊടുത്ത് അവരുടെ വായിരിക്കുന്നത് കേക്കണ്ട. മൈക്ക് അങ്ങ് മേടിക്കുന്നത് നല്ലത്. ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്. എന്നാ അമ്മ ഒന്നൊരു ദോശ ഉണ്ടാക്കി കാണിക്കട്ടെ. ഏതെങ്കിലും ഏതമ്മയാ വരിക? കൈവടി വരുമമ്മേ. പിന്നെ വേറെ കേസുണ്ട്. അവിടെ വരുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ ദോശ കരിയുകയോ എന്തെങ്കിലും മണക്കുകയോ ചെയ്താൽ ചാട്ടക്കടിയാ. അമ്മയുടെ പേരെന്താ അമ്മേ? ജെസ്സി. ഓക്കെ. അമ്മ കല്ല് ഏറ്റവും ആദ്യം മയക്കിട്ടോ, ടിഷ്യൂല് എണ്ണ തടവിയിട്ട് എണ്ണ ആ പാനിലാക്കിയിട്ട് കല്ലിനെ ഒന്ന് മയക്കിയെടുത്തു. ആ പണി ആരെങ്കിലും ചെയ്തോ ഇവിടെ? അനു പ്ലാസ്റ്റിക് സ്പൂൺ വെച്ചിട്ട് മയക്കുന്നത് ഞാൻ കണ്ടു. ഹായ് ശബ്ദം. ദോശയുടെ ശബ്ദം. ദോശ ഉണ്ടാക്കി അവിടെ? പിന്നെ അയ്യോ, അതെടുത്ത് മാറ്റി, ഞാൻ ഉണ്ടാക്കട്ടെ. നിങ്ങളുടെ കയ്യടിയാണ് വേണ്ടത്. തിന്നായിട്ടുള്ള ദോശയാട്ടോ, കട്ടിയായിട്ട്. പിന്നെ തിന്നാനുള്ള ദോശ എന്തിനാ പിന്നെ തലയിൽ വെക്കാനത്? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ദൈവത്തിന് നന്ദി. അമ്മ ഇത് നീറ്റായിട്ട് എടുക്കണ്ട കേട്ടോ. അവിടെ നിന്ന് കുറ്റം പറഞ്ഞ അമ്മച്ചിയുടെ മുഖം ഒരു കുഴപ്പമില്ല. ഇതാ ദോശക്കല്ല് ശരിയല്ല. കുഴപ്പമില്ലായിരുന്നു. ദോശ തിന്നാൻ ആശ എന്ന ഒരു പാട്ടില്ലേ? അതെ, മീശക്കാരൻ മാധവന് ദോശ തിന്നാൻ ആശ. ദോശ വാങ്ങാൻ കാശിനായി തപ്പി നോക്കി വീശ. സുമേഷേ, നിന്റെ പോത്തമ്പാവ് പോലെ തന്നെ അതും പൊളിഞ്ഞ്. ഉണ്ടാക്കിയ ദോശ നല്ല ദോശയായിരുന്നു കേട്ടോ. താങ്ക് യു അമ്മേ. ജെസ്സി അമ്മേ, താങ്ക് യു സോ മച്ച്. അപ്പളേ സ്റ്റാർ മാജിക്കില് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഗെയിം എന്തായിരുന്നു? വട്ടമുട്ട, പൊട്ടല്ലേ മുട്ട, ഇത് മുട്ട ദോശ. ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് പ്ലീസ് നിങ്ങൾ ശബ്ദം ഉണ്ടാക്കിയിരിക്കൂ. എന്റെ കോൺസെൻട്രേഷൻ തെറ്റുന്നു. കോൺസെൻട്രേഷൻ. ഇതിൽ ജയിച്ചിട്ടുള്ളത് തങ്കു ആന്റി.